എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓവനൊന്നും ഇല്ലാണ്ട് അതുപോലെ ബ്രൗൺ ഷുഗർ ഒന്നും ചേർക്കാണ്ട് നമ്മുടെ സാധാരണ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഒരു ഓറഞ്ച് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊലി വേണം, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രത്യേകം കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. തൊലി എടുക്കാനുള്ളതല്ലേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി പതുക്കെ ഒന്നിങ്ങനെ ചെത്തി എടുക്കണം. ആ ഒരു തൊലീൻ്റെ അടിഭാഗത്ത് ഒരു വൈറ്റ് കളറില്ലേ, അത് പെടാതെ ശ്രദ്ധിച്ചിട്ട് ആ മോളിൽ നിന്ന് ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ. ഒരു ഓറഞ്ചിൻ്റെ ഒരുവിധം ഫുൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് എടുക്കട്ടെ. ഇപ്പോൾ ഞാൻ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ നീര് വേണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരു കളയണമെന്നില്ല, നമുക്ക് ലാസ്റ്റ് അരിച്ചെടുത്താൽ മതി. പക്ഷേ തിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വല്ലാണ്ട് ഇങ്ങനെ അരയ്ക്കരുത്. അരച്ച് കഴിഞ്ഞാൽ കുരും കൂടെ പെടും, കയ്ക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്ത് എടുത്തിട്ട് നീര് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇനി കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം കൂടെ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ട് ഉണ്ട്, ചെറി ഉണ്ട്, പിന്നെ ബ്ലാക്ക് മുന്തിരി ഉണ്ട്, പിന്നെ ഈന്തപ്പഴം ഉണ്ട്. അങ്ങനെ എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസില്ലേ, അത് ഏകദേശം ഒരു 1/2 കപ്പാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഒട്ടും വെള്ളമില്ലാണ്ടാണ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. 1 മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നന്നായിട്ടൊന്നിങ്ങനെ കുറച്ചൊന്ന് സോക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കുക, പിന്നെ ഇത് ഉരുകാൻ തുടങ്ങുമ്പോൾ അത് കുറച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ പതുക്കെ ഇത് ഉരുകിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. അപ്പോൾ തീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു കളറൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുക, കാരണം ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് മേത്തേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് ഒഴിക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ പൊട്ടിത്തെറിക്കും. ഈ ഒരു സമയത്ത് ഈ ഒരു പഞ്ചസാര സിറപ്പ് ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് സ്പീഡിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ വീട്ടിലുള്ളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്താൽ മതി. വല്ലാണ്ട് വലുപ്പമുള്ളത് വേണ്ട, ഒരു ആവറേജ് വലുപ്പമുള്ള ഗ്ലാസ്സിലെടുക്കുക. പിന്നെ എല്ലാ അളവും ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്, കാരണം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു കേക്കിൽ ബ്രൗൺ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല, സാധാരണ പഞ്ചസാരയിൽ എടുക്കുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൊക്കോ പൗഡർ ചേർക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അരിച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതാ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഞാൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒട്ടും വെള്ളം പാടില്ല മിക്സിയുടെ ജാറിൽ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഞാൻ മുമ്പൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് മിക്സിയുടെ ജാറിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ബീറ്റർ വെച്ച് വേഗം ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെ ചെയ്താലും നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ പൊടിച്ച് വരുമ്പോൾ അത് 1/2 കപ്പിലും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഒരു പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മിക്സിയിലാണെങ്കിൽ ഒന്ന് തിരിക്കുക, പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക, പിന്നെ വീണ്ടും തിരിക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലൊരു പാത്രത്തിൽ ചെറുതായിട്ട് ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്ത് തുടങ്ങാനായിട്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇല്ലേ, അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പില്ലേ, ആ ഒരു സിറപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു സിറപ്പൊക്കെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്.
പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറുവപ്പട്ടയും ഗ്രാമ്പും ജാതിക്കയും കുറച്ച് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്ത ആ ഒരു പൊടിയാണ്. അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തുല്യമായിട്ടുള്ള അളവിൽ എടുത്താൽ മതി. 2-3 കറുവപ്പട്ടയും പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പും കുറച്ച് ജാതിക്കയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാമല്ലോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാലേ കറക്റ്റ് ആ ഒരു പ്ലം കേക്കിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തത്, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇല്ലേ, അതും ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് മൈദപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു സ്ക്യൂർ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ എൻ്റെ ചീനച്ചട്ടി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു തട്ടൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അതിൽ വെച്ച് നമുക്ക് ഈ ഒരു കേക്കിനെ ബേക്ക് ചെയ്തെടുക്കാം. കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മുകളിൽ. കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കട്ടിയുള്ള പാത്രം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിലൊരു തട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ചൂടാക്കി ഇട്ടിട്ടുള്ളതാണ്. തുറന്നിട്ട് കേക്ക് ടിന്നെ ഇതിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ അത് ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൊരു 30-35 മിനിറ്റോളം ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഇടയിൽ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് താഴ്ന്നു പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ തുറന്നു നോക്കണ്ട കേട്ടോ. അപ്പോൾ വെന്ത മണം പോലെ എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിയത്. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു 40 മിനിറ്റ് ആയപ്പോഴാണ് ഇത് മൊത്തത്തിൽ വെന്ത് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഈ ഒരു കേക്കിനെ പുറത്തെടുത്തിട്ടുണ്ട്. ഒരുവിധമൊക്കെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അടിയിലത്തെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. പിന്നെ നമ്മൾ ബ്രൗൺ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ, അതുകൊണ്ടാണ് ആ ഒരു കറുത്ത കളർ വരാത്തത്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിക്സിയിൽ ചെയ്താലും നല്ല കേക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പിന്നെ എളുപ്പത്തിന് വെയിറ്റ് ചെയ്തോന്നേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചാനലിൽ അധികം വീഡിയോസ് ഇടാത്തത്. ഇപ്പോൾ അതൊക്കെ തീർന്നു വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഴയ പോലെ ആക്റ്റീവായിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്